എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് 250 പേർക്കുള്ള വെൽക്കം ഡ്രിങ്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതുപോലെ അടിപൊളി ടേസ്റ്റിലും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് മാംഗോ ഫ്രൂട്ടി പൾപ്പാണ് എടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും. ഇത് രണ്ടും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് രണ്ടും വെച്ചിട്ട് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ അളവ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇതിനായിട്ട് 7 ലിറ്റർ മാംഗോ ഫ്രൂട്ടി പൾപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് 1 ലിറ്റർ. ഇതിപ്പോൾ മാംഗോ ഫ്രൂട്ടി പൾപ്പ് വേണമെന്നില്ല, പല ഫ്ലേവർ ഉണ്ട്. പക്ഷേ ടേസ്റ്റ് കൂടുതൽ നമുക്ക് മാംഗോ ഫ്രൂട്ടി പൾപ്പിനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒത്തിരി കട്ടിയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ലൂസ് കൺസിസ്റ്റൻസിയിലല്ല നമുക്ക് വേണ്ടത്, നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇത് കലക്കിയെടുക്കേണ്ടത്. അപ്പോഴാണ് വളരെ ടേസ്റ്റ് ഉണ്ടാവുക. അതിനാണ് ഇത്ര അളവ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ആവശ്യമുണ്ട്. നന്നായി ഇത് തണുത്ത് കുടിക്കുമ്പോഴാണ് ഒത്തിരി ടേസ്റ്റ് ഉണ്ടാവുക. അതിനായിട്ട് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് ഐസാക്കിയിട്ട് അത് ഫസ്റ്റ് നമ്മൾ പാത്രത്തിൽ ആഡ് ചെയ്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മളിതൊക്കെ മിക്സ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ആവശ്യമുണ്ട്. അതായത് ഒരു 4 കിലോ പഞ്ചസാരയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. മിൽക്ക് മെയ്ഡൊക്കെ ഉള്ളതുകൊണ്ട് പഞ്ചസാര കുറച്ച് മതി. നമ്മൾ ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. കാണാത്തവർ അത് ദയവായി കാണണം, ട്രൈ ചെയ്യണം. നമുക്ക് ഇത്രയും അളവുള്ളതുകൊണ്ട് മിക്സ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ട് വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ജാറിലേക്ക് ഈ പൾപ്പ് അതുപോലെ മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഒന്ന് ഒത്തിരി അടിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് കറക്കുക, ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് പഞ്ചസാര അതുപോലെ തന്നെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ പഞ്ചസാരപ്പൊടി ആഡ് ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഇളക്കി അലിയിച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ജാറിലിട്ടൊന്ന് അടിച്ച് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാതും ജസ്റ്റ് ഒന്ന് അടിച്ച് കറക്റ്റാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ മധുരം കറക്റ്റാണ്, അതുപോലെ നല്ല തിക്നെസ് ഉണ്ട്, വളരെ ടേസ്റ്റാണ്. നല്ല തണുപ്പിൽ വേണം ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി ടേസ്റ്റാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കൂടാതെ നമ്മൾ ഒരു ഹോം മെയ്ഡ് വെൽക്കം ഡ്രിങ്കിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു. 2 വ്യത്യസ്ത ഫ്ലേവറിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. വളരെ ഹെൽത്തിയാണ് അത്. അപ്പോൾ അത് കാണാത്തവർ ദയവായി അത് കാണണം, ട്രൈ ചെയ്യണം. ഇത് മാംഗോ പൾപ്പ് വെച്ചിട്ടായതുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും ഇപ്പം നോട്ടിഫിക്കേഷൻ കിട്ടണില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ബെല്ലൈക്കണൊന്നും അമർത്തുന്നില്ല. ആ ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും